ഞാനും എൻ്റെ കയ്യിലെ മൈക്കും നിങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. ഈ ഗ്രൂപ്പ് തുടങ്ങിയത് വിജീഷ് ആണെങ്കിലും പേരിട്ടത് മനുഷ്യൻ. എല്ലാവരും ചിരിച്ചേ. എല്ലാവരും ഞാൻ ഇതിന്റെ വിശദീകരണങ്ങൾ കുട്ടപ്പനും പിന്നെ കിഷോറും തരുന്നതായി ഞാൻ എന്നാലും ചുരുക്കമായിട്ട് പറഞ്ഞോളാം. എന്താണ് വിജീഷ് തുടങ്ങിയ ഈ ഗ്രൂപ്പ് അപ്പൊ നമുക്ക് പിന്നെ എല്ലാവരെയും അടുത്ത് കാണുവാനും നമുക്ക് പണ്ട് നമ്മളിവിടെ ഇങ്ങനെ വയലില് പിന്നെ ഞണ്ട് പിടിച്ചും ഇതെല്ലാം നടന്ന് അങ്ങനെ ആ ഒരു നീ പറയോ ആ ഒരു ആവേശം എനിക്ക് അന്ന് ആവേശം വരിക. ഞാൻ കൂടുതൽ ഞാൻ ആവേശപ്പെടുന്നില്ല. ഇത് കുട്ടപ്പൻ എന്നെ കൈയടിക്കൽ പറയണ്ടെന്ന് പറയാണ്. എന്തായാലും ഞാൻ പറയും. പറഞ്ഞതും പറയാൻ ഏൽപ്പിച്ചത് അത് കൂടുതലൊക്കെ പറഞ്ഞ് ആ മൈക്കിങ്ങനെ കൈമാറി എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഒരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ഒത്തിരി പാടുപെടും. അതുകൊണ്ട് അമ്മച്ചിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം അമ്മച്ചി അപ്പച്ചൻ കുടുംബത്തിലുള്ള എല്ലാ മുതിർന്ന ആൾക്കാരെ ഒന്നുകൂടെ കാണാൻ വേണ്ടി വീണ്ടും നമ്മുടെ സന്തോഷങ്ങളൊക്കെ ആരും എങ്ങും പോയിട്ടില്ല. എല്ലാവരുടെയും സ്നേഹം ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. ആരും എങ്ങും പോയിട്ടില്ല. ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും എല്ലാവരും ഒന്നിച്ച് വന്നിരിക്കുന്നത്. ഒരു 10-20 വയസ്സായിരുന്ന സമയത്തുള്ള ഒരു സന്തോഷം വീണ്ടും കാണാൻ കഴിഞ്ഞു. അന്ന് ഇവിടെ ഓരോരുത്തരും സന്തോഷിച്ച ഒരു സന്തോഷം വീണ്ടും കാണാൻ കഴിഞ്ഞു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ ഇടവരട്ടെ. ഷാരോണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ ചോദിക്കാം, അണ്ണൻ പള്ളിയിൽ വന്നിട്ടുണ്ട്, അണ്ണൻ പള്ളിയിൽ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവർക്കൊരു വിശ്വാസം വന്നിട്ടില്ല. ഷാരോന്റെ സന്തോഷത്തിന് വേണ്ടി കൂടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കുതുമൽ ബോക്സിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ പിടികിട്ടിയെന്ന് തോന്നുന്നു. തീർന്നിട്ടില്ല, ബാക്കി പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ബിനുവിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി ഇടിച്ചിട്ട് അതിനകത്ത് മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അത് 50 ദിവസത്തേക്ക് വിൽക്കുവാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എനിക്കില്ല. ഫ്രണ്ട്സ് എനിക്കുള്ളത് എൻ്റെ സഹോദരങ്ങളും എൻ്റെ കസിൻസും. എല്ലാവർക്കും അതുപോലെയാണ്. നമ്മൾ എന്ത് പോക്കത്തരം കാണിച്ചാലും പരസ്പരം അറിയാൻ പറ്റും. എന്നെ കുറിച്ച് അറിയണമെങ്കിൽ വിജീഷിനെ ചോദിച്ചാൽ മതി, വിജീഷിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു തരില്ല. നീ എന്നോട് മിണ്ടത്തില്ല, നിങ്ങൾ വിളിക്കാൻ സമയമില്ല, ഒരു വിശേഷം ഉണ്ടെങ്കിൽ നീ വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു. പക്ഷെ ഇപ്പൊ പരാതി പറയാൻ പറ്റത്തില്ല. ഒരു മെസ്സേജ് വാട്സാപ്പിനകത്ത് ഇട്ടാൽ മതി, കുന്നമ്പർ റോസിനകത്ത് ഇട്ടാൽ മതി, എല്ലാവരും വിളിക്കുന്നത് തുല്യമാണ്. ള്ള കഴിവുണ്ട്, പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിവുള്ള കളിയാക്കാനാണ്. പോലെ ഞാൻ വിളിച്ചോ നിനക്ക് വരാൻ ഒരു മടി. ട്രെയിനിലൊക്കെ പോയത് ഞാൻ അറിഞ്ഞു. എനിക്ക് നിർത്തി ഇറക്കി തള്ളാൻ നിൽക്കണ്ട. തട്ടാതെ മുട്ടാതെ നിനക്ക് തിരിഞ്ഞു വരുന്നുണ്ടോ? ഇത് അപ്പത്തിന് സുഖമില്ലാതെ ശേഷമൊക്കെയുള്ള സംഭവങ്ങളാണ്. അതിനു മുമ്പ് ആള് വില്ലനായിരുന്നു. അതിനു മുമ്പ് അമ്മച്ചിക്കായിരുന്നു സംശയം. പക്ഷെ നമുക്ക് ആ ഒരു സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല, പനിക്കില്ല.
എനിക്കാണ് പണി കിട്ടിയിട്ടുള്ളത്. ഒത്തിരി നന്ദിയുണ്ട്. അതിനകത്ത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് എൻ്റെ വ്യക്തിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അമ്മച്ചി പപ്പ എല്ലാ മാസവും പൈസ കൊണ്ട് അമ്മച്ചി ആദ്യത്തെ 10 ദിവസം എന്നല്ല, എനിക്ക് മാത്രം ബാത്റൂമിൽ പിറകെ കൊണ്ടുപോയിട്ട് എനിക്ക് ഏതൊക്കെ എന്നിട്ട് അമ്മച്ചി പറയും, മോളി വിനോ ശിവ ഒന്നും കാണണ്ടായിട്ടോ. എന്നെ അവിടെ ഇരുത്തി അമ്മച്ചി തീറ്റിച്ചിട്ടാണ് അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോഴും അമ്മച്ചി മിനി വരുന്നു എന്നതും അമ്മച്ചി എടുത്ത് പഴങ്കഞ്ഞി എടുത്ത് വെച്ചേക്കും, ചക്കക്കറി എനിക്കെടുത്ത് വെച്ചേക്കും. കിഷോറിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയനായ പലതും ഈ ലോകത്ത് ചെയ്തെടുക്കാറുണ്ട്. അല്ല, അണ്ണന്റെ ഓരോ മെസ്സേജും കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ കിഷോറിനെ പറയുന്നത്. പക്ഷെ കിഷോറിന് ഒരു തികഞ്ഞ ഒരു ആത്മീയനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോള് പൊളിച്ച് പണിയേണ്ടി വരും. കാരണം നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്ന പോലെ പ്രാരംഭ കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗവും വേദനയൊക്കെ സഹിച്ച് ഒരുപാട് രാത്രി ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചതിൻ്റെയും ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമായിട്ട് ദൈവം തലമുറയായിട്ട് ആ വെളിച്ചം കൈമാറി ഇന്ന് ലോകത്തെ റോക്ക് ചെയ്യുന്ന ഒരു കുന്നുംപുറ റോക്ക്, ലോകരാഷ്ട്രങ്ങൾ റോക്ക് ചെയ്യുന്ന, നമുക്കറിയാമോ, ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സകല ദൈവദാസന്മാരും അതിശയത്തോടെ എടുത്തു പറഞ്ഞൊരു കുടുംബമാണ് കുന്നുംപുറം കുടുംബം. സംഭവം അമ്മച്ചിയുടെ ബർത്ത്ഡേയുടെ ഏറ്റവും സുപ്രധാനമായ നിമിഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുള്ള തടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday to you. Happy birthday to ഇത്രയും പേര് കർത്താവിന്റെ വേല നീ ഒറ്റ കുടുംബത്തിനകത്തുനിന്ന് അതൊരു ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അപൂർവമായ ഒരു അനുഭവമാണ്. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്.
ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, ഒരു ഭാഗത്ത് ചെറിയൊരു വിഷമമുണ്ട്, നമ്മുടെ വീട്ടിൽ ഇത്രയും സ്നേഹമില്ലല്ലോ എന്ന്. എല്ലാവരും കളിയാക്കി. പക്ഷെ അന്ന് താൻ എടുത്ത തീരുമാനം ഒരു ജനലക്ഷങ്ങളുടെ മുമ്പിൽ സ്റ്റേജിൽ നിർത്തി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി. അത് മാത്രമല്ല, ഒത്തിരി പാട്ടുകൾ ആത്മീയ സ്പിരിച്വൽ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പ്രിയ മകനെ ദൈവം സഹായിച്ചു. അതിനെക്കുറിച്ച് 2 വാക്ക് എന്തായാലും അഡ്മിനായിരിക്കുന്ന ജിജോ ഇപ്പോൾ പറയും. അതിനായിട്ട് ജിജോയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുത്തു. എല്ലാവർക്കും കരങ്ങളെ തട്ടി അതുകൊണ്ട് ആത്മീയമായി സംസാരിക്കുന്ന സീരിയസ് ആയുള്ള ആളുകൾ സ്പിരിച്വൽ ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാനുള്ള ദയവായി എന്നിലേക്ക് നമ്പർ തരിക, നിങ്ങൾ തീർച്ചയായും എനിക്ക് അടുത്ത് കാണുന്നതായിരിക്കും. ആന്ധ്രയിൽ നിന്ന് ചെന്നൈയിൽ വന്നു, ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നു. എന്തായാലും ആശയ്ക്ക് പങ്കുകൊള്ളാൻ ദൈവം അവസരത്തേക്ക് ശരിക്കും ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. സ്വന്തം ആ ദൈവത്തെ ഒരു പ്രാവശ്യം നമുക്ക് സ്തുതിക്കാം, പ്രതീക്ഷിക്കാം. സുഭാഷ് ഒക്കെ ഈ സമയത്തുള്ളത് ഒരു അപൂർവ സംഭവമാണ്. എല്ലാവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എല്ലാവരും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഭയങ്കരമാണെന്ന് ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് കാര്യങ്ങളുടെ ദാസർമ്മ ദൈവത്തെ സ്തുതിക്കാം. ഈ ആലയത്തിൻ്റെ പണിക്ക് ഇങ്ങനെ ഒരു ആലയമൊക്കെ പണിയാന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായ കാര്യമാണ്. പക്ഷെ ഒരു മേഖലയിലും പണി ബ്രേക്ക് ആകാതെ അതാത് സമയത്ത് വീട് പണി പോലും ഇടയ്ക്ക് തടസ്സം ഉണ്ടായിട്ട് അത് വകവയ്ക്കാതെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. മറ്റ് വിശന്ന് കൊയ്ത് അരിയുണ്ടൊന്ന് ഇടിച്ച് നമുക്ക് കഞ്ഞി തരുന്നത്, മറ്റ് വിശന്ന് നിന്ന് കൊയ്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊടുത്ത് ഞാൻ വിഷത്തിരിക്കുമ്പോൾ അമ്മച്ചയ്ക്ക് എന്നെ എല്ലും അടിച്ച് വയലിൽ കൊണ്ട് കൊടുക്കുന്ന അതേ ഓരോ അവസ്ഥകളും ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ ഓണത്തിനും നമ്മുടെ വീട്ടിൽ തന്നെ വിവാഹത്തിനും അല്ലാതെ വയറ് നിറച്ച് ചോറ് തന്ന ഓർമ്മയില്ല. ആദ്യം കഞ്ഞി കുടിച്ച് വയറ് നിറയ്ക്കുക, പിന്നെ കഞ്ഞി വെള്ളം കുടിച്ചു നിറയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം എങ്ങനെയെങ്കിലും വയറ് നിറയെ ചോറ് കഴിയുന്നു. ഈ ഇങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അപ്പച്ചനും അമ്മച്ചയും കൂടെ വാവണന്റെ കല്യാണത്തിന് ആന്ധ്രയിൽ പോയിട്ട് ഇവിടെ തിരിച്ചു വന്ന് പറഞ്ഞു അവിടെ ആഹാരം കഴിഞ്ഞ് ചോറ് കൊണ്ട് കക്കൂസിന് ട്രൈ ചെയ്യാം. എൻ്റെ മനസ്സിൽ ആന്ധ്രയിൽ വാവണന്റെ കക്കൂസിന്റെ പടി. ഇത് സത്യമാണ്, ഞാൻ പറയുന്ന സത്യം. ഈ ലോകത്ത് യാത്ര ചെയ്താൽ ഇവിടെ നടന്ന ഐക്യതയും സ്നേഹവും കാണാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ദാസ്വാസം പറഞ്ഞതുപോലെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. കുടുംബത്തെ വേറെ പ്രത്യേകതയുണ്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ മോനു, ചിന്നു, കൊച്ചുമോനാണ്, ഷെറിൻ, ചേട്ടൻ. നമുക്കൊരിക്കലും പുറത്തുനിന്നൊരു കൂട്ടുകാരില്ല. നമുക്ക് മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആ ഫാമിലിയിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ സുരേനൻ്റെ അമ്മ എവിടെ എങ്ങനെ മാറ്റി നിർത്തിയാലും അവരൊന്നിക്കും. കലച്ചേച്ചിയുടെ ആ ഗ്രൂപ്പ് എങ്ങനെ എടുത്താലും നമുക്ക് കൂട്ട് ഈ കുടുംബത്തിൻ്റെ അകത്ത് തന്നെയാണ്. അത് വലിയ കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, ഇത്രയും കഴിവുകളുള്ള ഒരു കുടുംബവും ഇന്ന് ലോകത്ത് തന്നെ ഇല്ല. ഇത്രയും കഴിവുള്ള ഒരു കുടുംബമില്ല. വളരെ സത്യമായ കാര്യമാണ്. അതെ, അതുകൊണ്ട് നമുക്കൊരു ഇന്ന് അല്ലെങ്കിൽ ഇന്നോ നമ്മൾ ഭക്ഷണ സമയത്ത് എപ്പോഴെങ്കിലും അടുത്തൊരു മ്യൂസിക് ട്രൂപ്പ്, ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങുന്ന കാര്യം നമ്മുടെ ചർച്ച ചെയ്തത് വളരെ നല്ല കാര്യമായിരിക്കും. എൻ്റെ മകന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ 5-ൽ പരം ദിവസങ്ങൾ പട്ടിണി കിടന്ന സമയങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ശുശ്രൂഷയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ ഭാര്യയോട് ചോദിച്ചു, കുഞ്ഞെ, നീ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ എന്നെ കെട്ടിയത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടബോധം തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു കാര്യം തുറന്നു പറയാം, ഒരുപാട് വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീര്, കഷ്ടത,
പട്ടിണി, ഉപദ്രവം ഇതെല്ലാം ഞാൻ സഹിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഭാര്യ എൻ്റെ തോളിനോട് തോന്നിച്ചിട്ടുണ്ട്. ഞാൻ സന്തോഷത്തോടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്ത് പറയുന്നു, അത് ഈ രക്തത്തിൽ നിന്ന് വന്നതായതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ കുടുംബത്തിൽ ഒരു അംഗമായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ യോഗ്യനല്ല പ്രിയരെ ഈ കുന്നുംപുറത്ത് ഫാമിലിയിൽ അംഗമാകുവാൻ. ഈ തരുണത്തിൽ ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന വ്യക്തിത്വം എൻ്റെ ആത്മീയ പിതാവ്, നമ്മുടെ കർത്താവിനെ സമയം ചേർന്നിരിക്കുന്ന ഗണേശൻ പാസ്റ്ററാണ്. ആ സഭയിൽ അംഗമാകുവാനും അതിലൂടെ ആ അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള സ്നേഹവും എല്ലാറ്റിലുപരി തുളസി മാവാൻ വിളിക്കാൻ നമ്മൾ യോഗ്യരല്ല എന്ന് വെച്ചാൽ അവരൊക്കെ അദ്ദേഹം ഈ വളരെ വലിയൊരു ദേവദാസനാണ്. മാമ എന്ന് വിളിക്കാൻ ഒരു അവസരം ഈ കുടുംബത്തിൽ അംഗമായതിലൂടെ എനിക്ക് ദൈവം നൽകി. ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമും ഈ ദിവസവും നമ്മൾ കണ്ടതായ ഈ കുന്നുംപുറത്തെ റോക്സ് എന്നുള്ള ആ ഒരു സൈറ്റും എല്ലാം കൂടെ ശ്രദ്ധിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല അനുഗ്രഹമായ സന്ദർഭം തന്നെ മനസ്സിലാക്കുകയാണ്. എടുത്തു പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞതൊക്കെ തന്നെ ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണ്, സത്യവും തന്നെയാണ്. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുകയില്ല. അസത്യമാണ്. ഉസിയ രാജാവ് മരിച്ച ആ മാസങ്ങളിലോ ആ വർഷത്തിലോ എപ്പോഴോ ആണ് ആര് ദർശനം കണ്ടത്? യെശയ്യാവ് ദർശനം കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ഓർക്കുന്നു, അമ്മച്ചിക്ക് ഇപ്പോൾ 95 വയസ്സുണ്ടെങ്കിൽ ഏകദേശം ഒരു 1918 ആയിരിക്കും അമ്മച്ചി ജനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1-ാം ലോക മഹായുദ്ധം തീർന്നതിന്റെ ആ സമയത്താണ് അമ്മച്ചി ജനിച്ചിട്ടുള്ളത്. അമ്മച്ചിയുടെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുവാൻ എനിക്ക് കുടുംബമായി വന്ന് സഹകരിക്കുവാനും പറ്റിയത് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മച്ചിക്ക് കൂടുതൽ ആയുസ്സും കൂടുതൽ ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുക. ദാസോമന്റെ വലിയ ഷൂ മാമൻ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ അത് എനിക്കിടാൻ പറ്റത്തില്ല, കാരണം വലിയ കാലാണ്. എങ്കിലും കോളേജിലൊക്കെ പോണ സമയത്ത് ആ ഷൂ ഒക്കെ ഉപയോഗിച്ചാണ് പോണത്. എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ മാമന്റെ ഷർട്ടാണ് ഇടുന്നത്. കാരണം മാമന്റെ ഷർട്ട് ഇടുന്നത് അമ്മച്ചിക്ക് ഇഷ്ടമല്ല. കാരണം പിന്നെ അത് കൊണ്ടുവന്ന് ഞങ്ങൾ നല്ല സോപ്പിട്ട് മടക്കുന്ന സോപ്പിട്ട് കഴിഞ്ഞ് അത് എടുത്ത പോലെ അറിയരുത്. ആ രീതിയിൽ തുണിണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഒന്നും പറഞ്ഞ വാട്സപ്പിൽ എനിക്ക് ചേരാൻ താല്പര്യമില്ലായിരുന്നു, ഞാൻ കാണാൻ വേണ്ടി മാത്രം വന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരുടെ സന്തോഷം കാണുമ്പോൾ എനിക്കറിയാം ഈ അഡ്രസ് ഇപ്പോഴും ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പിതാവേ കേൾക്കുമാറാകണമേ. കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.